ഇതായിട്ട് ബോയ്സ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, ട്രെയിനറിനെ കൂട്ടി ട്രെയിനറിന് ഇനി കുലിച്ചിത പ്രവർത്തികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നീ കയറ് 4 കാലിലാണ് എത്തിയത്. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ചാടാൻ പോയി വെള്ളത്തിലോട്ട്. പ്രൈസ് കുറച്ച് കൂട്ടിട്ടുണ്ട്, നേരത്തെ കാട്ടിൽ 150 രൂപയാക്കി. 100 ആയിരുന്നു. കുറേ നാളെ കണ്ടിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായി. വെള്ളം കൊള്ളാം കേട്ടോ. സാറിന് ഇവിടെ വെള്ളം പച്ചവെള്ളമൊക്കെ ചില സമയത്ത് അവിടുത്തെ ക്ലോക്കിൽ 4 കാലാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. 98 ഇല്ലേ, 108 ഉണ്ടായിരുന്നു. 98 ഒരു വ്യത്യാസമില്ലല്ലേ? വ്യത്യാസമില്ലെന്നാ തോന്നിയാസം പറയണം. അങ്ങനെ ഉരുണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. അത് ഇത്രയും ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരണ്ടേ, ഇത്രയും വലിയ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരണ്ടേ. എംപിയുടെ ആരാധകൻ. അറിയാവാ? ആ താങ്ക് യു. ബംഗാളിന്റെ കണക്കായില്ലേ ഇപ്പൊ? ബംഗാളിന്റെ കണക്കായില്ലേ? ലുക്ക് കണ്ട ഒന്ന് പോടെ ഇറക്കാനായിട്ട് വെറുതെ പറഞ്ഞില്ലേ? മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. നേരത്തെ ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു. എവിടം വരെ ഉണ്ടായിരുന്നു? ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു. ആണോ? ഇപ്പൊ എവിടം വരെ ഉള്ളത്? ഇവിടം വരെ. ഇപ്പൊ അവിടെയൊക്കെ തന്നെ ഉണ്ട്. പെക്സ് മൂവ് ചെയ്തേ പൊക്കിയല്ലേ പെക്സ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. വീടിന്റെ ഏതൊരു മൂലയ്ക്ക് ഇരിക്കുവായിരുന്നു എന്റെ സ്വിമ്മിംഗ് ട്രക്ക്. സ്പീഡോ ഭാരതം എന്നൊരു എന്താ പറഞ്ഞ സിമ്പിൾ അടങ്ങാനാ. കഴിഞ്ഞ ദിവസം തന്നെ റിസോർട്ട് തുടങ്ങാനാ. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും അവനൊക്കെ ഉണ്ട്. അവനുള്ള സാധനമൊക്കെ ഉണ്ട്. എന്റെ സാമാനം എന്റെ കൂടെ തന്നെ ഉണ്ട്. ആ സാധനമല്ല, തലയിൽ വെക്കുന്നതും കണ്ണി വെക്കുന്ന സാമാനം. ഈ ചാടുന്നതിന് മുമ്പേ ഇല്ലേ ഒന്ന് ആർക്കൊന്ന് ഇൻഡിക്കേഷൻ കൊടുത്തേക്ക്. ഈ വെള്ളമൊക്കെ പുറത്തോട്ട് പോകല്ലോ. വെള്ളക്കലക്കല്ലേ അതുപോലെ ഇറങ്ങണം. കറങ്ങിക്കോ. വെള്ളം കലക്കി വെള്ളം വെളി വന്നു. വെള്ളം ഫുള്ള് വെളി വന്നു. അതുകൊണ്ടാകുമ്പോ നോസ് പ്ലഗ് ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാ മൂക്കിനകത്തൊക്കെ വെള്ളം കയറിയ എന്താണ് എന്തോ വേണ്ടത് പറയും. ഫ്ലിപ്പ് തിരിഞ്ഞ് ബാക്ക് ഫ്ലിപ്പ്. ഞാൻ ചാടിക്കഴിഞ്ഞാൽ അടിയിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ചാടിയിട്ട് അടിയിലോട്ട് താഴ്ന്നു പോയി. കൊറേ നോട്ടേ വെള്ളത്തിൽ ഇറങ്ങിട്ട് സായിപ്പിനോട് ചാടി അവസാനം ഇവിടെ വെള്ളം തീർക്കും കേട്ടാ. ആരെ പിടിച്ചു വരിക്കില്ല. പിടിച്ചു പറ്റില്ല. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. അയ്യോ ഇപ്പൊ കത്തേ പറ്റുന്നല്ല പണിക്കുമ്പോ ചെറുക്ക പറ്റുന്നല്ല പണിക്കുമ്പോ നിന്നെ കൊണ്ടാവൂല. പരിപാടി എനിക്ക് ബാക്ക് ഫ്ലിപ്പ് ചെയ്യാൻ നല്ല പേടി വരുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പോകുന്നില്ല. നോക്കിയോ എന്നൊക്കെ ഞാൻ പറയുന്നു. പക്ഷെ എന്തായിരിക്കും ഒന്നെങ്കിൽ നാണം കെടും. നാണോ തലകുത്തി ഇവിടെ വീഴത്തില്ല. ഞാൻ ചാൻസ് കുറവാ പറഞ്ഞ വീഴത്തില്ല അടിക്കുന്നു. യശോദയൊക്കെ വീഴാൻ തുടങ്ങിയുണ്ടോ? യശോദേ നീ അവിടെ വെള്ളത്തിൽ കിടന്നോണ്ട് മുങ്ങി കിടന്നിട്ട് അറിഞ്ഞ കാര്യമില്ല. ഞാൻ വേണേ ചാടും. അതിപ്പോ പറ്റത്തില്ല. മതിയാ അത് ഞാൻ ചാടണം. ഇൻസ്പിറേഷൻ കണ്ടാ? യെസ് യെസ്. ഇല്ല ഈഗോ കണ്ട. അവിടെ സായിപ്പിന് പോലും പറ്റിയില്ല. ഞാൻ കാണിച്ചപ്പോ എല്ലാരും ചടന്നു.
ചാടി കഴിഞ്ഞപ്പോ കുറെ നേരം കാര്യം തിരിക്കുന്നത് എപ്പൊ താഴ്ത്തുന്നു പറഞ്ഞ് ഇരിക്കുവായിരുന്നു ഞാൻ. അവൻ പറയും ഇവിടുന്ന് പൊക്കിയിട്ട് അവനെ തപ്പാതെ പൊക്കോ, ഞാൻ പെട്ടെന്നെത്തും. കൈ കിട്ടിയില്ല. റൂള് മാറ്റിക്കൊണ്ടിരുന്നാ ഞാൻ നോക്കിയപ്പോ അല്ലെ വെള്ളത്തിലടിക്കുന്ന ചുരുട്ടും കൂടി കിടക്കുന്നത്. ചത്തുപോയാ കിതക്കുന്നല്ലേ കിടന്ന്. പോരാ പോരാ സ്റ്റാമിന പോരാ, സ്റ്റാമിന പോരാ. ഇവിടുന്ന് അവിടം വരെ ഒരുമിച്ച്. ഞാൻ നോക്കി ഒറ്റ വരണം ഓടി വരുന്നു. നെഞ്ചു പിടിച്ചു ചത്ത്. എത്ര ക്ഷണിച്ചെന്ന് നോക്കിയോ, എന്റെ കണ്ണ് വരെ ചുമന്നു പോയി. കാണിക്കണ കണ്ട് കാണിക്കണ. നമ്മൾ നാരങ്ങ കുടിക്കാൻ വന്നിരിക്കുകയാണ്. 2 സബ്സ്ക്രൈബറിന് വേണമെന്ന് അവിടെ പറയും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി നമ്മൾ കയറി വെച്ച് അവർക്കായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ പോകുന്ന വഴി ഇപ്പം എല്ലാവരും കുടിക്കാന്നുള്ള രീതി. എന്താണ് ഇവിടെ നമ്മുടെ ഒറ്റക്കക്ഷി ഇവിടെ പുറകെ നിൽപ്പുണ്ടല്ലേ അവൻ. ഞാൻ സാധനം ഇവിടെ പോയെന്ന്. ഇന്ന് രാവിലെ സ്വിമ്മിങ്ങിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ജിമ്മിൽ എത്തിയിരിക്കുകയാണ് ബോയ്സ്. നമ്മൾ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഇവിടം വരെ താത്താം. കൊടുക്കാൻ ശ്രമിച്ചു. എൻ്റെ കയ്യിലാ വേദന വരുന്നക്കാട്ടി മാറിയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ മാനേജർ ദേ നിൽക്കുന്നു. മാനേജ് ചെയ്ത് മുട്ടിലായിപ്പോയി. അയ്യ മുട്ട് കുത്തിപ്പോയി മാനേജ് ചെയ്ത്. ട്രെയിനർ ഇപ്പോൾ വെയിറ്റ് കുറച്ചോണ്ടിരിക്കുകയാണ്. ട്രെയിനർ ജയിക്കുകയോ ഇല്ലയോ? ശ്രമിക്കൂ ഫുൾ. ആ നീ ചെയ്യടാ. ആ പിടി. ആ കമോൺ. പിടിക്കുന്നില്ല അവൻ. കമോൺ. കുറെ ദിവസമായിട്ട് ജിമ്മ് വരാത്തന്നെ എല്ലാം തെറിച്ച് പോരാ. അടുത്ത വീഡിയോ എന്നും പറഞ്ഞ് ഞാൻ ഒന്നൊന്ന് ജിമ്മിൽ ഒട്ടും വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം മിയർ എക്സ്ക്യൂസ് മാത്രമാണെന്ന് ഞാൻ തന്നെ പറയുന്നു. അത് എന്നെ നോക്കുമെന്ന് പറയാൻ വേണ്ടിയാ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇവിടെ വേറെ ആരോ കിടന്ന് കാണുക. അതാണ് ഞാൻ ഓർത്ത് എൻ്റെ സൗണ്ട് എഫക്റ്റ് പുറകിൽ നിന്ന് വരുന്നത്. ആ പെൺകൊച്ചിനെ കൊല്ലുകയാണോടാ. ആ 100 കിലോയിട്ട് ഉരുട്ടുന്നു. കഴുത്ത കയറി പിടിച്ചത് വീണ ഇവരെ കഴുത്തെ പിടിച്ചിരിക്കുക കേട്ടോ. ഞാൻ വീണവരെ കഴുത്ത കൊണ്ട് ഞാൻ ചെയ്യാം. പൊക്കത്തില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി.
പോസ്റ്റ് ചെയ്ത് കേട്ടാ. പുള്ളിരിക്കും എന്ത് പറ്റി? മിന്നലടിച്ചെന്നാ? വീട്ടിൽ വന്നില്ല ഇവൻ എന്തേ വണ്ടി അടിയെന്നൊക്കെ ഇറങ്ങി വരുന്നു. ഓയ് ഇപ്പോഴും ജീവനമുണ്ട്, വലിയ സ്നേഹമുള്ള പൂച്ചയാ. ഇവൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആര് വന്ന് വിളിച്ചിട്ട് ഇറങ്ങിപ്പോക്കോളും. നല്ല ആത്മാർത്ഥയാ. എന്തെങ്കിലും പറയുന്നാടാ? പറയൂ കണ്ണാ. ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്താം. ഇത് കൊള്ളാലോ, നീ ഇറങ്ങുന്നേ ഇല്ലേ?